മലയാളത്തിൽ നിന്നൊരു ബാഹുബലി വരുന്നു. പൃഥ്വിരാജ് നായകനാകുന്ന കാളിയൻ. വിശേഷങ്ങൾ അറിയാൻ വീഡിയോ മുഴുവൻ കാണുക. പൃഥ്വിരാജ് സുകുമാരന്റെ വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? പൃഥ്വിരാജ് സുകുമാരന്റെ അണിയറയിൽ ഒരുങ്ങുന്ന സിനിമകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. മിഴി ഫിലിംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെയുള്ള കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് ആദ്യമേ തന്നെ എത്തുന്നതിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആദ്യം പറയുന്ന സിനിമ പൃഥ്വിരാജ് വില്ലനായി വരുന്ന ഒരു സിനിമയാണ്. ഇതൊരു മലയാള സിനിമയല്ല, എന്നാൽ ഇതൊരു പാൻ ഇന്ത്യൻ ചിത്രമായതിനാൽ മലയാള ഭാഷയിലും മൊഴിമാറ്റി എത്തുന്നതായിരിക്കും. ബാഹുബലി എന്ന ബ്രഹ്മാണ്ഡ ചിത്രത്തിന്റെ സംവിധായകൻ രാജമൗലി മഹേഷ് ബാബുവിനെ നായകനാക്കി ഒരുക്കുന്ന ഏറ്റവും പുതിയ സിനിമയായിട്ടുള്ള താൽക്കാലികമായി SSMB 29 എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജ് സുകുമാരനാണ് വില്ലനായിട്ട് എത്തുന്നത്. 1000 കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രത്തിന്റെ മുതൽ മുടക്ക് വരുന്നത്. ഈ സിനിമയിൽ പൃഥ്വിരാജ് ഒരു കൊടൂര വില്ലനായിട്ട് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2026-ലായിരിക്കും ഈ ഒരു ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്തതായി ഞാൻ പറയുന്ന സിനിമ പൃഥ്വിരാജ് ആരാധകർ വളരെയധികം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ്. പൃഥ്വിരാജിനെ നായകനാക്കി വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സന്തോഷ് ട്രോഫി എന്ന സിനിമ. വിപിൻ ദാസിന്റെ സംവിധാനത്തിൽ 60 പുതുമുഖങ്ങൾക്കൊപ്പം പൃഥ്വിരാജ് എത്തുന്ന സന്തോഷ് ട്രോഫി എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ്. ലിറ്റിൽ സ്റ്റീഫനും സുപ്രിയ മേനോനും ചേർന്നാണ് ചിത്രത്തിന്റെ നിർമ്മാണം. ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രത്തിന് ശേഷം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസുമായി ചേർന്നുള്ള വിപിൻ ദാസിന്റെ ചിത്രമാണിത്. സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ഒരു സൂപ്പർ സ്റ്റാർ നായകനൊപ്പം 60 പുതുമുഖങ്ങളുടെ നിര വരുന്നത്. തിരുവല്ലയിൽ വെച്ച് നടന്ന ഓഡീഷനിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പുതുമുഖങ്ങളെ എറണാകുളത്ത് നടത്തിയ ഫൈനൽ ഓഡീഷനിലൂടെയാണ് സിനിമയിലേക്ക് എത്തിക്കുന്നത്. മലയാളി പ്രേക്ഷകർക്ക് ഒരുപിടി മികച്ച ബ്ലോക്ക് ബസ്റ്ററുകൾ സമ്മാനിച്ച ലിറ്റിൽ സ്റ്റീഫനും സുപ്രിയ മേനോനും സംയുക്തമായി നിർമ്മിക്കുന്ന ചിത്രത്തിൽ പ്രേക്ഷകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. സന്തോഷ് ട്രോഫിയുടെ കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് പ്രേക്ഷകർ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു പൃഥ്വിരാജ് ചിത്രത്തെ പറ്റിയാണ്. ഓപ്പറേഷൻ കംബോഡിയ. ഓപ്പറേഷൻ ജാവ എന്ന തരുൺമൂർത്തി ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ സിനിമ. തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമയിൽ പൃഥ്വിരാജ് സുകുമാരൻ നായകൻ. ഓപ്പറേഷൻ കംബോഡിയ എന്ന് പേരിട്ടിരിക്കുന്ന സിനിമ തരുണിന്റെ ആദ്യ സിനിമയായ ഓപ്പറേഷൻ ജാവയുടെ രണ്ടാം ഭാഗമാണ്. ഓപ്പറേഷൻ ജാവയിൽ ഉണ്ടായിരുന്ന ലുക്മാൻ, ബാലു വർഗീസ്, ബിനു പപ്പു, അലക്സാണ്ടർ പ്രശാന്ത്, ഇർഷാദ് അലി എന്നിവർ രണ്ടാം ഭാഗത്തിലും തുടരും. തരുൺമൂർത്തി തന്നെയാണ് തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്നത്. വി സിനിമാസ് ഇന്റർനാഷണൽ, ദി മാനിഫെസ്റ്റേഷൻ സ്റ്റുഡിയോ എന്നിവയുമായി സഹകരിച്ച് വേൾഡ് വൈഡ് സിനിമാസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ആദ്യ ഭാഗത്തിന് ക്യാമറ ചലിപ്പിച്ച ഫായിസ് സിദ്ദിഖ്, സംഗീതമൊരുക്കിയ ജേക്സ് ബിജോയ് എന്നിവർ രണ്ടാം ഭാഗത്തിലും അണിയറയിൽ ഉണ്ടാകും. ഈ ഒരു ചിത്രം പൃഥ്വിരാജിന്റെ കരിയറിലെ ഒരു വമ്പൻ വിജയമായി തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം പൃഥ്വിരാജ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ഐ നോബഡി എന്ന പൃഥ്വിരാജ് സിനിമ. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവത്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി നിസാം ബഷീറാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, E4 എന്റർടൈൻമെന്റ് എന്നീ ബാനറുകളിൽ സുപ്രിയ മേനോൻ, മുകേഷ് മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് ഐ നോബഡിയുടെ നിർമ്മാണം. അശോകൻ, മധുപാൽ, വിനയ് ഫോർട്ട്, ഹക്കീം ഷാജഹാൻ, ലുക്മാൻ അവറാൻ, ഗണപതി തുടങ്ങിയ പ്രമുഖ താരങ്ങൾ അഭിനയിക്കുന്നു. കെട്ടിയോളാണെൻ്റെ മാലാക, റോഷാക്ക് എന്നീ ചിത്രങ്ങൾക്ക് ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഐ നോബഡി. ദിനേശ് പുരുഷോത്തമൻ ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നു. തിരക്കഥാ സംഭാഷണം എഴുതുന്നത് സമീർ അബ്ദുള്ളാണ്. മമ്മൂട്ടി ചിത്രമായ റോഷാക്കിന് ശേഷം സമീർ അബ്ദുൾ തിരക്കഥ എഴുതുന്ന ചിത്രം കൂടിയാണ് ഐ നോബഡി. ഈ ഒരു ചിത്രം ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ആരാധകർ വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയെ പറ്റിയാണ്. പൃഥ്വിരാജ് നായകനായെത്തുന്ന ഖലീഫ എന്ന ചിത്രം. പോക്കിരി രാജയ്ക്ക് ശേഷം പൃഥ്വിരാജും സംവിധായകൻ വൈശാഖും വീണ്ടും ഒന്നിക്കുന്ന സിനിമയാണ് ഖലീഫ. ചിത്രത്തിന്റെ ഫസ്റ്റ് ഗ്ലിംസ് വീഡിയോ പുറത്തു വന്നിരുന്നു. പൃഥ്വിരാജ് തന്നെയാണ് തന്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വീഡിയോ പുറത്തുവിട്ടത്. താരത്തിന്റെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഫസ്റ്റ് ഗ്ലിംസ് ഇറക്കിയത്. 2.51 മിനിറ്റാണ് ഗ്ലിംസിന്റെ ദൈർഘ്യം. ആമിർ അലി എന്നാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര്. ഈ കഥാപാത്രത്തിന്റെ പാരമ്പര്യം വിളിച്ചോതുന്ന രീതിയിലാണ് ഗ്ലിംസ് വീഡിയോ ഒരുക്കിയിരിക്കുന്നത്. പ്രതികാര കഥയായിരിക്കും ഖലീഫ എന്ന സൂചന നേരത്തെ പോസ്റ്ററിലെ തലവാചകത്തിലുണ്ടായിരുന്നു. പ്രതികാരം സുവർണ ലിപികളാൽ എഴുതപ്പെടും എന്നാണ് സിനിമയുടെ ടാഗ്ലൈൻ. ദ റൂളർ എന്നും സിനിമയുടെ പേരിന് മുകളിൽ കാണാം. ചിത്രത്തിലെ അഭിനേതാക്കളെക്കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കടുവയ്ക്ക് ശേഷം ജിനൂബി എബ്രഹാം തിരക്കഥ എഴുതുന്ന ചിത്രമാണ് ഖലീഫ. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്ന ചിത്രം പൃഥ്വിരാജ് ആരാധകർ വളരെയധികം പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സിനിമയാണ്. മാത്രമല്ല ഉടൻ റിലീസിനെത്തുന്ന ഒരു പൃഥ്വിരാജ് ചിത്രം കൂടിയാണിത്. ബിലായത്ത് ബുദ്ധ.
മലയാളത്തിന്റെ പുഷ്പ എന്നാണ് ഈ ഒരു ചിത്രത്തെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ സിനിമയിലും ചന്ദന കള്ളക്കടത്തിന്റെ കഥയാണ് പറയുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായി എത്തുന്ന ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ബിലായത്ത് ബുദ്ധ സംവിധാനം ചെയ്യുന്നത് ജയൻ നമ്പ്യാരാണ്. ചിത്രത്തിന്റെ ടീസർ നേരത്തെ പുറത്തു വന്നിരുന്നു. മികച്ചൊരു തിയേറ്റർ അനുഭവമായിരിക്കും ചിത്രമെന്നാണ് ടീസർ നൽകുന്ന സൂചന. മറയൂരിലെ ചന്ദന മലമുടക്കുകളിൽ ലക്ഷണമൊത്തൊരു ചന്ദനമരത്തെ ചൊല്ലി ഗുരുവും ശിഷ്യനും നടത്തുന്ന യുദ്ധത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് ബിലായത്ത് ബുദ്ധ. അന്തരിച്ച സംവിധായകൻ സച്ചി അയ്യപ്പനും കോശിയും എന്ന സിനിമയ്ക്ക് ശേഷം ചെയ്യാൻ പ്രഖ്യാപിച്ച ചിത്രമായിരുന്നു ബിലായത്ത് ബുദ്ധ. ഉർവശി തിയേറ്റേഴ്സ്, AVA പ്രൊഡക്ഷൻസ് എന്നീ ബാനറുകളിൽ സന്ദീപ് സേനനും AV അനൂപും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഡബിൾ മോഹൻ എന്ന ചന്ദ്രമോഷ്ടാവായാണ് പൃഥ്വിരാജ് ചിത്രത്തിൽ എത്തുന്നത്. ഗുരുവായ ഭാസ്കറിനെ ഷമ്മി തിലകനും അവതരിപ്പിക്കുന്നു. അനു മോഹൻ, പ്രമോദ് വെളിയനാട് തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത്. GR ഇന്ദുഗോവന്റെ പ്രശസ്തമായ ബിലായത്ത് ബുദ്ധ എന്ന നോവലിനെ ആസ്പദമാക്കി ഒരുക്കുന്ന ചിത്രത്തിന് GR ഇന്ദുഗോവനും രാജേഷ് പിന്നാടനും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. JX ബിജോയാണ് ചിത്രത്തിന്റെ സംഗീതമൊരുക്കുന്നത്. ഈ ഒരു സിനിമ ഒരു വമ്പൻ വിജയമായി മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതായി ഞാൻ പറയുന്നത് പൃഥ്വിരാജ് ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രത്തെ പറ്റിയാണ്. കാളിയൻ. പൃഥ്വിരാജ് നായകനായെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കാളിയൻ. പൃഥ്വിരാജ് സുകുമാരൻ നായകനായെത്തുന്ന ബിഗ് ബജറ്റ് ചിത്രമാണ് കാളിയൻ. നടന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമ കൂടിയാണിത്. വേണാടിന്റെ ചരിത്രത്തിലെ വീരപുരുഷനും പടത്തലവനുമായിരുന്ന ഇരവിക്കുട്ടി പിള്ളയുടെയും അദ്ദേഹത്തിന്റെ ആത്മാർത്ഥ സുഹൃത്ത് കുഞ്ഞരിക്കോട്ട് കാളിയുടെയും കഥയാണ് ചിത്രം പറയുന്നത്. പൃഥ്വിരാജിനെ കേന്ദ്ര കഥാപാത്രമാക്കി ഡോക്ടർ S മഹേഷ് സംവിധാനം ചെയ്യുന്ന പീരിയോഡിക് എപ്പിക് ഡ്രാമ ചിത്രമാണ് കാളിയൻ. BT അനിൽകുമാർ ആണ് ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. 2017 ചിത്രം അനൗൺസ് ചെയ്തത്. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം സിനിമയുടെ ചിത്രീകരണം വൈകുകയായിരുന്നു. കോവിഡിന് ശേഷം പ്രൊഡക്ഷൻ സംബന്ധമായ ജോലികൾ ഉടൻ ആരംഭിക്കുമെന്ന രീതിയിൽ അപ്ഡേറ്റുകൾ പുറത്തു വന്നെങ്കിലും കാളിയന്റെ ചിത്രീകരണം എന്ന് തുടങ്ങുമെന്നതിൽ വ്യക്തത ഉണ്ടായിരുന്നില്ല. 2024 അവസാനത്തോടെ ചിത്രം തിയേറ്ററുകളിൽ എത്തുമെന്ന് അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഉണ്ടായിരുന്നെങ്കിലും പൃഥ്വിരാജിന്റെ ഡേറ്റ് അടക്കമുള്ള കാര്യങ്ങളിലെ വ്യക്തതയില്ലായ്മ കാളിയനെ അനിശ്ചിതത്വത്തിലാക്കി. എന്നാൽ ഇപ്പോൾ കാളിയനുമായി ബന്ധപ്പെട്ട ചില പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. 2026 ജനുവരിയിൽ കാളിയൻ എന്ന ബിഗ് ബജറ്റ് സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. അഭിനേതാക്കൾക്ക് വേണ്ടിയുള്ള ആയോധന കലാമുറകളുടെ പരിശീലനവും മറ്റു പ്രീ പ്രൊഡക്ഷൻ ജോലികളും 2025 സെപ്റ്റംബറോടെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അനിശ്ചിതത്വങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് 2026 തുടക്കത്തിൽ സിനിമയുടെ ചിത്രീകരണം ആരംഭിക്കും. നിരവധി ഷെഡ്യൂളുകളിലായാകും ചിത്രീകരണം. 2026 അവസാനത്തോടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് പദ്ധതി. രവി ബസ്രൂറാണ് സംഗീതം. മാധ്യമപ്രവർത്തകനും കളരി ഗുരുക്കളുമായ ഡോക്ടർ S മഹേഷ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കാളിയൻ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾക്ക് പരിചിതമായ ഭൂമികയിലല്ല കാളിയന്റെ കഥ പറയുന്നത്. വളരെ പ്രശസ്തമായ വടക്കൻ പാട്ടുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. എന്നാൽ തിരുവിതാംകൂർ ഭാഗത്ത് തെക്കൻ പാട്ടുകൾ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ വേരുകളുള്ള തിരുവിതാംകൂറിൽ പ്രശസ്തമായ വിൽപ്പാട്ടുകളാണ് തെക്കൻ പാട്ടുകൾക്ക് ആധാരം. വിൽപ്പാട്ടുകൾക്ക് നിരവധി കഥകളുണ്ട്. യാഥാർത്ഥ്യവും ഭാവനയും സമന്വയിക്കുന്ന ആഖ്യാന രീതിയാണ് ഇത്തരം കഥകൾ. വിൽപ്പാട്ട് കഥകളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കഥാസന്ദർഭവും കഥാപാത്രങ്ങളുമാണ് കാളിയൻ എന്ന സിനിമയുടെ ആശയത്തിന് പിൻബലം. കഥകളിലൂടെയും നാടകങ്ങളിലൂടെയും അറിഞ്ഞിട്ടുള്ള ഇരവിക്കുട്ടിപ്പിള്ള എന്ന വലിയ പടത്തലവന്റെ സംഭവബഹുലമായ ജീവിതവും മറ്റൊരു കഥാപാത്രത്തെ പിന്തുടർന്ന് ലഭിച്ച ആശയവും കാളിയൻ എന്ന തിരക്കഥ സംഭവിക്കുന്നതിന് കാരണമായി. മറ്റൊരു കഥാപാത്രം എന്ന് വിശേഷിപ്പിച്ച ചരിത്രത്തിലെ യോദ്ധാവാണ് ഈ കഥയിലെ നായകൻ. പക്ഷേ ചരിത്രരേഖകളിൽ ഒന്നും തന്നെ അയാൾ ഒരു വീരനായകനല്ല. എന്തുകൊണ്ട് ചരിത്രരേഖകളിൽ അയാൾ ഉൾപ്പെടാതെ പോയി എന്നുള്ള അന്വേഷണം കൂടിയാണ് കാളിയൻ. വിൽപ്പാട്ട് പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സിനിമയുടെ കഥ പറയുന്നത്. കാളിയൻ എന്ന ചലച്ചിത്രം പുറത്തിറങ്ങുമ്പോൾ വടക്കൻ കേരളത്തിലെ വീരയോദ്ധാക്കൾക്ക് സമമായി തെക്കൻ കേരളത്തിലും യോദ്ധാക്കൾ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിഞ്ഞ് അഭിമാനം കൊള്ളുമെന്ന് തിരക്കഥാകൃത്ത് BT അനിൽകുമാർ പറഞ്ഞു. മലയാള സിനിമയുടെ ഒരു ബാഹുബലിയായി കാളിയൻ എന്ന സിനിമ മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ചിത്രം ഒരു വമ്പൻ വിജയമായി മാറട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ പൃഥ്വിരാജ് ചിത്രങ്ങളിൽ നിങ്ങൾ കാണാൻ കാത്തിരിക്കുന്ന ചിത്രം ഏതാണെന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ അറിയാമെങ്കിൽ ഹൈപ്പ് കൂടി ഒന്ന് ചെയ്യുക. പിന്നെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സഹായിക്കുക.